ഈ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര നടപ്പാക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. അത് നല്ല കാര്യം. നമുക്ക് ജോലിയുള്ളതാണ്. അപ്പം ഡെയിലി പോകാൻ വരുമ്പോഴത്തേക്ക് 100 രൂപ ബസ് ചാർജ് വേണം. അപ്പം സർക്കാരിനോട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ഇവിടെ നേരത്തെ നടപ്പാക്കിയിരുന്ന കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ട്. സ്ത്രീകളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു ഈ നിയമം പാസ്സാക്കണം. അതായത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് നടപ്പിലാക്കണം. KSRTC അതാ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ സ്വകാര്യ ബസ് ഉടമകള്, സ്വകാര്യ ബസ് ജീവനക്കാരൊക്കെ ഒരു പണിമുടക്കിനുള്ള ഒരു ആരവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. UDF ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ആ ദിവസം ഞാൻ ഇവിടെ ഇല്ല സാർ എന്ന് പറഞ്ഞ പോലെ മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അവരുടെ പ്രകടന പത്രികയിലുള്ള കാര്യം, അവർ വാഗ്ദാനമായി പറയുന്ന കാര്യം, മറ്റുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ഒരു കാര്യം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സംഭവം ശരിയാണ്. ഏകദേശം 60,000-ഓളം ആളുകളാണ് സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്നത്. KSRTC ആകെ 24,000-ന് താഴെ ആളുകളുള്ളൂ. സംഭവമൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മിണ്ടിയില്ല? അന്ന് തന്നെ പറയണ്ടേ? ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒന്നല്ലെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും പറയായിരുന്നു. അറിഞ്ഞോ? 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. സന്തോഷമായോ? കേട്ടായിരുന്നോ? അത് അതാണ് ടീച്ചർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 364 പേർക്ക്. അപ്പോഴേ എല്ലാരോടും ഞാനും വേണുഗോപാൽ സാർ ഇപ്പൊ ബസ് കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. UDF ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ കുറെ കാലമായി കറങ്ങി നടക്കുന്നതാണ്. ഇവരിങ്ങനെ ഒരു വാഗ്ദാനം നൽകി ആ സമയത്ത് ഇവിടെയുള്ള സ്വകാര്യ ബസ് ഉടമകളൊക്കെ എവിടെയായിരുന്നു? ജീവനക്കാരൊക്കെ എവിടെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഒരു ചെറിയ ഡൗട്ട്. എന്തായാലും ബാക്കിയൊന്ന് കേൾക്കാം. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിലും അത് നമ്മുടെ നാട്ടിലെ നിലവിൽ ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ഓക്കെ, അവര് ജയിക്കാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും പറയുന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ വെറുതെ തോന്നിയ വാഗ്ദാനം നൽകിയിട്ട് ഇവിടെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനരോക്ഷം അറിയുക തന്നെ ചെയ്യും. സ്ത്രീകളൊക്കെ ആ ഒരു കാര്യം കേട്ടു മനസ്സിലാക്കി KSRTC യാത്ര ചെയ്യുന്ന ആളുകൾ സമാധാനമാവുന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ഒരാളും വേണ്ടിയില്ല. അന്നേ നിങ്ങൾ ഈ രീതിയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അന്ന് തന്നെ UDF അത് പരിശോധിക്കുമായിരുന്നുള്ളതാണ്. ഇപ്പൊ കർണാടകയിലൊക്കെ ഈ ഒരു നിയമം പാസ്സാക്കി അവിടെ ആളുകൾ ബസ്സിൽ പോകുന്നുണ്ട്. കർണാടകയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പൊ ഒന്നും പ്രശ്നമില്ലാത്തതാണ്. ഇവിടെ എന്താണ് ഇങ്ങനെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ്. അതായത് KSRTC പരിപാടികളൊക്കെ തുടങ്ങി. എന്താ പരിപാടി തുടങ്ങിയെന്നല്ലേ? ഒന്ന് കണ്ടോക്കി നിങ്ങൾ. ഇന്നു മുതൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റിൽ ഇതുപോലെ ഫീമെയിൽ മെയിൽ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിലൊന്നായ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. എത്ര സ്ത്രീ യാത്രക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി, ആ കണക്കെടുപ്പിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ടിക്കറ്റുകളിൽ ഫീമെയിൽ മെയിൽ എന്ന് ജെൻഡർ രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഇന്നു മുതൽ എങ്ങനെയാ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനമൊക്കെ എങ്ങനെ? ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഏത് വനിതാ യാത്രക്കാരാണോ അതോ പുരുഷ യാത്രക്കാരാണോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിനുള്ള സംവിധാനം ഇന്നോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണക്കെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 12 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെയൊക്കെ ടിക്കറ്റിൽ ചൈൽഡ് എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് പ്രത്യേകം പറയുന്നില്ല. നിലവിൽ 12 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ കണക്കെടുപ്പ് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു തുമ്പോളിക്ക് ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് ഇവിടെ ഇങ്ങനെ വരും. മെയിൽ ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരാളെന്ന് കൊടുക്കുക, ഫീമെയിൽ ഒരാളാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. അത് കഴിഞ്ഞിട്ട് അത് ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ചൈൽഡ് ഉണ്ടെങ്കിൽ ഓൾ കാറ്റഗറീസിൽ അത് വേറെ സെക്ഷനായിട്ടാണ് ചൈൽഡിന്റെ നടക്കുന്നത്. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്നോട്ടാണിത് വന്നേക്കുന്നത്.
വൈകിട്ടാകുമ്പോഴത്തേക്കും മെഷീൻ തന്നെ എത്ര ഫീമെയിൽ മെയിലിൽ മെഷീനകത്ത് കണക്ക് വന്നോളും. അപ്പൊ അത് കണക്ക് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്നിട്ടില്ല, ഇതെടുത്ത് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കി തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്ന നാള് വരെ സ്വകാര്യ ബസ്സിന്റെ ആൾക്കാരൊക്കെ മിണ്ടാതൊരു മൂലയിൽ ഇരുന്നല്ലേ. സംഭവം ശരിയാണ്. കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകൾ തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് ആ കണക്ക് പ്രകാരം തന്നെ അങ്ങ് നോക്കാം. ഒരു 10 വർഷം മുൻപ് വരെ ഏകദേശം 32,000-ഓളം സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയിരുന്നു. പിന്നെ ഈ ഒരു കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് 12,500 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ധന വില ഭയങ്കരമായിട്ട് കൂടുന്നു, അതുപോലെ പാർട്സ് കിട്ടാത്ത അവസ്ഥ വരുന്നു, മൊത്തത്തിൽ ബുദ്ധിമുട്ടാവുന്നു, പിന്നെ നികുതി കുറച്ച് കൂടുതലാണ്, റോഡ് ടാക്സ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള സ്വകാര്യ ബസ് ജീവനക്കാർ മുന്നോട്ട് വരുന്നത്. കൊറോണ വന്നതോട് കൂടിയിട്ട് 8ന്റെ പണി കിട്ടി. ഇപ്പൊ ഒന്നും കൂടിയും കൂടിയല്ലോ, പെട്രോളിന്റെ ഒക്കെ വില നല്ല കൂടുതലാണ്. അപ്പൊ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയി എന്നുള്ളതാണ്. ഇനി കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTCയുടെ കണക്കും ഒക്കെ നമുക്ക് നോക്കാം. 12,000-ൽ പരം സ്വകാര്യ ബസ്സുകളുണ്ട്. KSRTC ഏകദേശം 6,300 KSRTC ബസ്സുള്ളൂ. പിന്നെ ഷോർട്ട് റൂട്ടാണ് കൂടുതൽ നമ്മൾ സ്വകാര്യ ബസ്സുകൾ ആശ്രയിക്കുന്നത്. ദീർഘദൂരമാണ് KSRTCയിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. ഏകദേശം 60,000-ൽ കൂടുതൽ തൊഴിലാളികളുണ്ട് സ്വകാര്യ ബസ്സുകളിൽ. ഏകദേശം 24,000-ൽ പരം ആളുകളുള്ളൂ KSRTCയിൽ. അത് പ്ലസ് ആണ് കേട്ടോ, അതിന് മുകളിലേക്ക് വരാം. പിന്നെ ഈ സ്വകാര്യ ബസ്സുകൾക്ക് നികുതി അടക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. എന്നാൽ KSRTCയിൽ അവർക്ക് ശമ്പളം കിട്ടുന്നു, അല്ലാതെ ഡ്രൈവർ അല്ലെങ്കിൽ ബസ്സിന്റെ മുതലാളി പണിയെടുക്കുന്ന പോലെ അവർ പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത കണക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 12,500-ന്റെ കഥ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, കേരളത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നതിൽ സിംഹഭാഗവും സ്വകാര്യ ബസ്സുകളാണ് കൈകാര്യം ചെയ്തത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും സ്വകാര്യ ബസ്സുകളാണെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, 30,000-ന് മുകളിൽ ബസ് ഉണ്ടായിരുന്ന 12,500 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കർണാടകയിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കേരളവുമായി ഇത് കമ്പയർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കർണാടകയിൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 6,000 മുതൽ 7,000 വരെയാണെന്നുള്ളതാണ്. സ്റ്റേജ് കാരേജ് ബസ്സുകൾ മാത്രമാണ് കർണാടകയിലുള്ളത്. കർണാടകയിലെ സർക്കാർ ബസ്സുകളാണ് കൂടുതൽ. അതായത് ഏകദേശം 24,000-ന് മുകളിൽ സർക്കാർ ബസ്സുകൾ അവർ ഇവിടെ ഓടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു നിയമം പാസ്സാക്കിയപ്പോഴും സാധാരണ ബസ് റൂട്ടിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. പിന്നെ അവർക്ക് കൂടുതൽ റൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ അതുകൂടാതെ നികുതി അവരുടെ കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ കുറെ സഹായങ്ങൾ അവിടെ കർണാടക ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇവിടെയുള്ള സ്ത്രീകൾ വോട്ട് ചെയ്തുള്ളത് UDF ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. കേരളത്തിൽ 70 മുതൽ 80% ആളുകളും സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് ആശ്രയിക്കുന്നത്. ദീർഘദൂര യാത്രകൾ മാത്രമാണ് ആളുകൾ KSRTCയെ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ഉള്ള ഏരിയകളിലൂടെയുള്ള യാത്രകളൊക്കെ സാധാരണ ബസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. KSRTCയുടെ അതേ സ്ഥിതിയിലേക്ക് ശമ്പളം കിട്ടാത്ത തൊഴിലാളികളും വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളും കൃത്യമായിട്ട് അറ്റകുറ്റപ്പണി ചെയ്യാൻ കഴിയാത്ത ബസ്സുകളുമായിട്ടായിരിക്കും സ്വകാര്യ ബസ്സുകൾക്ക് ഇനി തുടർന്ന് സർവീസ് നടത്തേണ്ടി വരിക. ശമ്പളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ നല്ല ടിക്കറ്റുകൾ വിദ്യാർത്ഥികൾ മാത്രമായിട്ട് ഞങ്ങളെ മാറ്റി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടിക്കറ്റുകളൊക്കെ KSRTCയിൽ സൗജന്യമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ പരിശോധിക്കണം. പിന്നെ ഗവൺമെന്റ് എത്രത്തോളം KSRTCക്ക് ഇതിന് ഫണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആലോചിക്കണ്ട, അത് സർക്കാർ ആലോചിച്ചോളൂ. സർക്കാർ അതിനുള്ള പോംവഴി കണ്ടെത്തിക്കോളും. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ KSRTCയിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. സംഭവം ശരിയാണ്. പക്ഷെ നമ്മളെ മുന്നിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്. ഇപ്പൊ എന്റെ വീട് എടപ്പാളാണല്ലോ, എനിക്ക് ഇവിടുന്ന് കോഴിക്കോട് പോകണം. കോഴിക്കോട് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ 5 സ്ത്രീകൾ ഉണ്ടെങ്കിൽ 5 സ്ത്രീകളുടെ ടിക്കറ്റ് എനിക്ക് കുറഞ്ഞു കിട്ടും. അത് വലിയ നേട്ടമാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമാണ്. പിന്നെ സ്വകാര്യ ബസ് ഇപ്പൊ 12,500 ആൾ അതിന് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രാമവണ്ടി എന്നൊരു പരിപാടി ഇപ്പൊ KSRTC ഓൾറെഡി നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഒക്കെ ഓടുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കാലക്രമേണ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞ് KSRTC എല്ലാ മേഖലയും കൈയടക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു 60,000-ഓളം ആളുകളുടെ ജോലി സാധ്യത നഷ്ടപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ഇവിടെയുള്ള സ്ത്രീകൾ UDFന് വോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ വാഗ്ദാനം അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ UDF ചെയ്യുന്ന ഏറ്റവും വലിയ കൊലച്ചതിയായിട്ട് അത് മാറുന്നുള്ളതാണ്. എന്തായാലും ഇതിനൊരു പോംവഴി കണ്ടെത്തേണ്ട സർക്കാർ തന്നെയാണ്. അത് സർക്കാർ കണ്ടെത്തുക തന്നെ വേണം. പക്ഷെ അതിനർത്ഥം സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര അനുവദിക്കുന്നില്ല, അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആ ഒരു പവർ എന്തായാലും അത് ആരാണ് പ്രഖ്യാപിച്ച് അവരെ അറിയുന്നുള്ളതാണ്. ഇനിയിപ്പോ എന്തൊക്കെ പോംവഴികൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം, കർണാടക ഓർഡിനറി ബസ്സുകൾ മാത്രമായിട്ട് ചുരുക്കി. സ്വിഫ്റ്റ് ബസ്, AC ബസ്സിലൊന്നും അതില്ല. ഓൺലി ഓർഡിനറി ബസ്സിലേക്ക് അത് മാറ്റിയതല്ല. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നഷ്ടത്തിലായിരുന്ന KSRTCയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഗണേഷ് കുമാറിനെ കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല.
അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ UDF കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ഓളം തിരിച്ചടിക്കും, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും വരാനില്ല. എന്തായാലും ഇപ്പോ റിസൾട്ട് വന്ന് ഇത്ര ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനം ആയിട്ടില്ല. അതിനിടയിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ആദ്യം ആവട്ടെ, എന്നതിന് ശേഷം നമുക്ക് നോക്കാന്നുള്ളതാണ്. ഓരോ വീട്ടിലും ഇപ്പൊ 1-2 ബൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാർ ഉണ്ട്. ആ രീതിയിലേക്ക് കേരളം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പിന്നെ വീടില്ലാത്ത പാവപ്പെട്ട ആളുകളില്ല എന്നൊന്നും പറയുന്നില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ പണിയെടുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ട ആനുകൂല്യങ്ങൾ നമ്മൾ പരമാവധി വാങ്ങിയെടുക്കും വേണം എന്നുള്ളതാണ്. എല്ലാ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ടിടാനും കഴിയില്ല എന്നുള്ളത്. അപ്പൊ ഇനി UDF സർക്കാരാണെങ്കിലും ശരി, LDF സർക്കാരാണെങ്കിലും ശരി, എല്ലാ സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ടുപോയി ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പൊ അഖിൽമാരാറൊക്കെ ചില വിഷയങ്ങളായിട്ടൊക്കെ ഇടക്കിടക്ക് വരാറുണ്ടല്ലോ. എല്ലാം സർക്കാർ ചെയ്യണം എന്ന് പറഞ്ഞ് നടന്നാൽ കാര്യങ്ങൾ നടക്കുന്നില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളും കൂടിയാണെന്നുള്ളതാണ്. നമ്മൾ പണിയെടുക്കണം, എന്നതിന് ശേഷം സർക്കാരിന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കണം, അത്ര തന്നെ. ഇപ്പൊ ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളും ഇത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ബസ്സിലെ യാത്ര ഫ്രീ ആയിരിക്കും എന്നുള്ളത്. അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ UDF അതിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. സ്വകാര്യ ബസ് ജീവനക്കാർക്കുള്ള എന്തെങ്കിലും ഒരു നടപടികൾ സർക്കാർ ഉണ്ടാക്കുക തന്നെ വേണം. ആദ്യം അതിന് മുഖ്യമന്ത്രിയെ കണ്ടെത്തണം, അത് കഴിഞ്ഞിട്ട് ഗതാഗത മന്ത്രിയെ കണ്ടെത്തിയിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കുക, അത്ര പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.